ഹലോ ഓൾ, എല്ലാവർക്കും അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണെന്ന് നോക്കാം. റെസ്പിറേറ്ററി സിസ്റ്റം. എന്താണ് റെസ്പിറേഷൻ? ശ്വസനം അല്ലേ? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വസനം ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കുന്നുണ്ട്. വായുവിനെ ഉള്ളിലോട്ട് എടുക്കുകയും അതുപോലെ എന്ത് ചെയ്യുന്നു? തിരിച്ച് എൻവയോൺമെൻറ്റിലേക്ക് പുറന്തള്ളപ്പെടുന്നു, എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. All living cells require a constant supply of oxygen in order to carry on their metabolism. എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ മെറ്റബോളിസം നടക്കുന്നതിന്, അവരുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകളാണ്, മെറ്റബോളിസം നടക്കുന്നതിനായിട്ട് സ്ഥിരമായ ഓക്സിജൻ സപ്ലൈ ആവശ്യമാണ്. കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ വേസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് മെറ്റബോളിസം ആൻഡ് ഷുഡ് ബി എലിമിനേറ്റഡ്. കോശങ്ങളിൽ മെറ്റബോളിസം നടക്കുന്നതിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണ് കാർബൺ ഡയോക്സൈഡ്. ഇത് ശരീരത്തിൽ നിന്നും പുറം തള്ളപ്പെടേണ്ടതാണ്. The respiratory system constitutes the air passages and lung by which the oxygen is taken in, transferred to the blood and carbon dioxide is eliminated. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എയർ പാസേജസും മറ്റൊന്നാണ് ലങ്സ്. എയർ പാസേജസ് എന്ന് വെച്ചാൽ വായു കടന്നു പോകുന്ന വഴികളും പിന്നെ ലങ്സും. ഓക്സിജൻ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? റെസ്പിറേറ്റ് ചെയ്യുന്നത് എൻവിയോൺമെൻറ്റിൽ നിന്ന്. ഈ എൻവിയോൺമെൻറ്റിൽ നിന്ന് എടുക്കുന്ന ഓക്സിജനെ ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും, എന്തിനാണ് ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? മെറ്റബോളിസത്തിന്, ബോഡിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡിലേക്ക് ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓക്സിജൻ എവിടെ എത്തുന്നു? സെല്ലുകളിലെത്തി അവിടെ വെച്ച് മെറ്റബോളിസം നടക്കുന്നു. ഇതിൻ്റെ ഫലമായി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കാർബൺ ഡയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണം. കാർബൺ ഡയോക്സൈഡിനെ നമ്മുടെ ശരീരത്തിന് ആവശ്യം ഇല്ല. ഇതാണ് ഓക്സിജനെ എടുത്ത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുക. ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. The respiratory system include nose, pharynx, larynx, trachea, bronchi and lung. റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ഭാഗങ്ങളാണ് ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കി ആൻഡ് ലങ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെതാണ്. ഇവിടെ ചിത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫാരിങ്സ്, പിന്നെ ലാരിങ്സ് വരുന്നു. ലാരിങ്സിനോട് തൊട്ട് ട്രക്കിയ വരുന്നു. ട്രക്കിയ എന്ന് പറയുന്നത് വിൻഡ് പൈപ്പ്, ശ്വാസനാളം എന്ന് പറയുന്നു. ശ്വാസനാളം കുറച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ ബ്രോങ്കി എന്ന് വിളിക്കുന്നു. ഇതിൽ ഓരോന്നിനെയും ബ്രോങ്കസ് എന്ന് പറയുന്നു. ബ്രോങ്കസ് എഗെയിൻ ഡിവൈഡ് ചെയ്ത് ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നു. ഈ ബ്രോങ്കൈ എത്തുന്നത്, ബ്രോങ്കൈ രണ്ടായി വിഭജിച്ചതിന് ശേഷം ഓരോ ലങ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. അതിനുശേഷം ലങ്സിന് താഴ്ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ദെൻ നോസ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്.
നമ്മുടെ നോസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം എന്തിനാണ് നമ്മൾ നോസ് യൂസ് ചെയ്യുന്നത്. അതെ, ശ്വസിക്കാൻ വേണ്ടിയിട്ട്. നോസ് കൺസിസ്റ്റ് ഓഫ് ആൻ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പാർട്ട്. നോസിന് ഒരു എക്സ്റ്റേണൽ പാർട്ടും ഇൻറ്റേർണൽ പാർട്ടുമുണ്ട്. The external part is the visible part of nose, which consists of two nasal bones and a cartilage. നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗത്തെയാണ് എക്സ്റ്റേണൽ നോസ് എന്ന് പറയുന്നത്. ഇവയിൽ ഉൾക്കൊള്ളുന്നത് ടു നേസൽ ബോൺസ്, 2 നേസൽ ബോണുകളും ഒരു കാർട്ടിലേജുമാണ്. Inside the nose is the nasal cavity divided into right and left cavities. നോസിൻ്റെ ഉൾഭാഗത്തെയാണ് നമ്മൾ ഇൻറ്റേർണൽ നോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ പോർഷനെയാണ് നമ്മൾ നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. നോസ് 2ആയി തരം തിരിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ നോസും ഇൻറ്റേർണൽ നോസും. ഇൻറ്റേർണൽ നോസിനെ നമ്മൾ നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നു. ഈ നേസൽ ക്യാവിറ്റി 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. The hair present in the nostrils, mucus secretion and ciliary epithelium help to prevent the passage of dust and other impurities from the inspired air into the lung. എൻവയോൺമെൻറ്റിൽ നിന്നും നമ്മൾ ശ്വസിക്കുന്ന എയർ, ഈ എയറിൽ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. ബാക്ടീരിയകൾ ഉണ്ടാകാം, ഡസ്റ്റ് ഉണ്ടാകാം, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിനെയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്ടീരിയയോ ഡസ്റ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല. സോ നോസ്ട്രിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന ദ്വാരത്തെയാണ്. നോസ്ട്രിൽസിൽ കാണപ്പെടുന്ന ഫൈൻ ഹെയേഴ്സ്, രോമങ്ങൾ, മ്യൂക്കസ് സെക്രീഷൻ, മ്യൂക്കസ് എന്ന് വെച്ചാൽ വഴുവഴുപ്പുള്ള ദ്രാവകത്തെയാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. നമ്മുടെ നോസിലൊക്കെ പ്രസൻ്റ് ആണ് മ്യൂക്കസ്. കൂടാതെ സീലിയറി എപ്പിത്തീലിയം, എപ്പിത്തീലിയൽ സെല്ലുകളാണ്. ഇവയൊക്കെ എന്തിനു സഹായിക്കുന്നു? നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ അനാവശ്യ ഘടകങ്ങളെ തടയാൻ സഹായിക്കുന്നു. ലങ്സിലേക്ക് എത്താതെ മൂക്കിൻ്റെ ഫസ്റ്റ് പോർഷനിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? തടയാൻ സഹായിക്കുന്നു. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പാർട്ടാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സ് ഓർ ത്രോട്ട് ഈസ് മസ്കുലർ ട്യൂബ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ദ posterior nares to the upper part of larynx. ഇതൊരു മസ്കുലാർ ട്യൂബാണ്. ഫാരിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രോട്ട് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ട്യൂബാണ്. പോസ്റ്റീരിയർ നെയർസ് മുതൽ നാരിങ്സ് വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. The pharynx is divided into 3 parts: nasopharynx, oropharynx and laryngopharynx. ഫാരിങ്സിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: നാസോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചിയോഫാരിങ്സ്. ദെൻ ലാരിങ്സ്, അടുത്ത പാർട്ടാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. നോസ്, ഫാരിങ്സ്, ലാരിങ്സ്. ലാരിങ്സ് ഓർ വോയിസ് ബോക്സ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ ഫാരിങ്സ് എബവ് ആൻഡ് ട്രക്കിയ ബിലോ. ഫാരിങ്സിനെ തുടർന്ന് ട്രക്കിയ വരെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ ലാരിങ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വോയിസ് ബോക്സ്. The larynx is composed of 9 irregular pieces of cartilage joined together by ligaments. ലാരിങ്സ് നിർമ്മിതമായിട്ടുള്ളത് 9 ഇറഗുലർ പീസ് ഓഫ് കാർട്ടിലേജ് ആണ്. അതായത് കൃത്യതയില്ലാത്ത കാർട്ടിലേജുകളുടെ പീസ് കൊണ്ടാണ് നമ്മളുടെ ലാരിങ്സ് നിർമ്മിതമായിട്ടുള്ളത്. ഈ പീസുകൾ ജോയിൻ ചെയ്തിട്ടുള്ളത് ലിഗമെൻറ്റുകൾ വഴിയാണ്. The largest of these is the thyroid cartilage, which is formed of 2 flat pieces of cartilage fused together in front to form the laryngeal prominence or Adam's apple. നമ്മൾ പറഞ്ഞു ലാരിങ്സ് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഇറഗുലർ കാർട്ടിലേജുകൾ കൊണ്ടാണ്. ഈ കാർട്ടിലേജുകളിൽ ഏറ്റവും ലാർജസ്റ്റ് കാർട്ടിലേജാണ് തൈറോയിഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 2 ഫ്ലാറ്റ്
പീസ് ഓഫ് കാർട്ടിലേജ് ആണ്. കാർട്ടിലേജിൻ്റെ ഫ്ലാറ്റ് പരന്ന പോലെയുള്ള പീസാണ്. ഇവ രണ്ടും ഫ്രണ്ട് പോർഷനിൽ, നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൂടി ചേർന്ന് ഒരു മുഴ പോലെ കാണപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ലാരിഞ്ചൽ പ്രൊമിനൻസ് ഓർ ആഡംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇത് ഫീമെയിലിനേക്കാൾ മെയിലിലാണ് പ്രൊമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. പുരുഷന്മാരുടെയൊക്കെ നെക്കിൽ മുഴ പോലെ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ ലാരിഞ്ചൽ പ്രൊമിനൻസ് അല്ലെങ്കിൽ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. The vocal cord are situated inside the larynx. വോക്കൽ കോഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ലാരിങ്സിന് ഇൻസൈഡ്, ഉൾഭാഗത്താണ്. It is by the vibration of the cords due to air passage that voice is produced. വോക്കൽ കോഡിൽ എയർ പാസ് ചെയ്യപ്പെടുന്നു. ഈ എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഈ വൈബ്രേഷൻ കാരണമാണ് നമുക്ക് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വോക്കൽ കോഡിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ വോക്കൽ കോഡിന് എന്ത് സംഭവിക്കുന്നു? വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഈ വൈബ്രേഷൻ മുഖേന നമുക്ക് വോയിസ് പ്രൊഡ്യൂസ് ആകും. ഇത്രയുമാണ് ലാരിങ്സിനെ കുറിച്ച് പറയുന്നത്. ദെൻ trachea. Trachea or windpipe is a long tubular structure about 10 cm long and 1.5 cm in diameter. 10 cm നീളവും 1.5 cm ഉള്ളളവ് ഡയമീറ്ററുമുള്ള ഒരു ട്യൂബുലാർ സ്ട്രക്ചർ, ഒരു കുഴൽ പോലെയുള്ള സ്ട്രക്ചറാണ് എന്ത്? ട്രക്കിയ എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു പേര് കൂടെയുണ്ട്, വിൻഡ് പൈപ്പ്, ശ്വാസനാളം. It is lined by pseudostratisfied epithelium. ഈ ട്രക്കിയയെ കവർ ചെയ്തിട്ട് സ്യൂഡോസ്ട്രാറ്റിസ്ഫൈഡ് എപ്പിത്തീലിയം സെല്ലുകളുണ്ട്. നമ്മുടെ എപ്പിത്തീലിയൽ സെൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സ്യൂഡോസ്ട്രാറ്റിസ്ഫൈഡ് എപ്പിത്തീലിയം. It was supported by 50 to 20 C-shaped cartilaginous ring. ഇതിൻ്റെ ഭിത്തിയെ സപ്പോർട്ട് ചെയ്ത് 15 മുതൽ 20 വരെ സി ഷേപ്പുള്ള കാർട്ടിലേജിൻ്റെ റിങ്ങുകൾ കാണപ്പെടുന്നു. It extends from the larynx to the level of the 5th thoracic vertebrae, where it divides into 2 bronchi, one for each lung. ലാരിങ്സിൻ്റെ ലാസ്റ്റ് പോർഷൻ മുതൽ 5th thoracic വെർട്ടിബ്രയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. സെർവൈക്കൽ തൊറാസിക് എന്ന് പറയുന്നത്. 5th thoracic വെർട്ടിബ്ര വരെയാണ് ട്രക്കിയയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതിനുശേഷം ട്രക്കിയ 5th thoracic വെർട്ടിബ്രയിൽ എത്തിയതിന് ശേഷം അത് രണ്ടായി വിഭജിക്കുന്നു. ബ്രോങ്കൈ ആയിട്ട് വിഭജിച്ചതിന് ശേഷം ഓരോ ലങ്ങിലേക്കും അത് പോകുന്നു. ട്രക്കിയ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻവോളണ്ടറി മസിൽസുകൾ കൊണ്ടാണ് ട്രക്കിയ നിർമ്മിതമായിട്ടുള്ളത്. ട്രക്കിയ ഈസ് ലൈൻഡ് ബൈ സീലിയേറ്റഡ് എപ്പിത്തീലിയം കണ്ടെയ്നിങ് ഗോബ്ലെറ്റ് സെൽസ് വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. ട്രക്കിയയെ സ്ട്രാറ്റിസ്ഫൈഡ് എപ്പിത്തീലിയം കൂടാതെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ത് ചെയ്തിട്ടുണ്ട്? ലൈൻ ചെയ്തിട്ടുണ്ട്, ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൽ ഗോബ്ലെറ്റ് സെല്ലുകൾ കാണപ്പെടുന്നു. ഗോബ്ലെറ്റ് സെല്ലുകൾ എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. വഴുവഴുപ്പുള്ള ദ്രാവകത്തെയാണ് നമ്മൾ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ സെല്ലുകൾ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നു. ഈ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് നമ്മുടെ ട്രക്കിയയെ മോയ്സ്ചറാക്കി വയ്ക്കുന്നു, ഈർപ്പമുള്ളതാക്കിയിട്ട് വയ്ക്കുന്നു. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റമാണ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാത്വേ പരിചയപ്പെട്ടു. നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി പോർഷനിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.